ഇന്നും ക്രിസ്തീയ പീഡ വർദ്ധിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോൾ സഹതാപത്തോടും ലജ്ജയോടും കൂടെ മാത്രമേ അത് കേൾക്കാനും കാണുവാനും കഴിയുന്നുള്ളൂ. മനുഷ്യനായി തീരാതെ മനുഷ്യൻ മതത്തിന് അടിമപ്പെട്ട് വർഗീയതയ്ക്ക് അടിമപ്പെട്ട് പോകുന്നു. അതിൽ ലോകത്തിൽ പല രാജ്യങ്ങൾ ക്രിസ്ത്യാനികൾ ഭരിക്കുന്നിടത്ത് ക്രിസ്തീയ മേധാവിത്വവും, ഹൈന്ദവ പഠിക്കുന്നിടത്ത് ഹൈന്ദവ മേധാവിത്വവും ഒരു രാജ്യമേ ഉള്ളൂ. മുസ്ലിങ്ങൾ ഭരിക്കുന്നിടത്ത് പിന്നെ പറയാനൊക്കെയുണ്ട്. ഇപ്പോൾ അത് മാറ്റമായി. ഒരു 8-10 വർഷത്തിനകത്താണ് ആ മാറ്റം ദൃശ്യമായി തുടങ്ങിയത്. അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ഏകപക്ഷീയമായി മുസ്ലിം എന്നുള്ള പിടിയിൽ നിന്നു ഇന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തീയ പീഡകൾ വരുമ്പോൾ നമ്മൾ അതുകൊണ്ട് എല്ലാം തകർന്നു എന്ന് വിശ്വസിക്കരുത് എന്ന് പറയുവാനാണ് ഈ സമയം ഞാൻ വേർതിരിക്കുന്നത്. ക്രിസ്തീയ പീഡയെക്കുറിച്ച് ചിന്തിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെയും ദൈവം നമുക്ക് പറഞ്ഞു തരട്ടെ. ഇത് അനേകർ കേൾക്കുമ്പോൾ അവർക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടാകുവാൻ, അല്ല പീഡ അവസാനിക്കും എന്ന് പറയുവാനല്ല, ചിന്തിക്കുവാനുമല്ല ഈ സമയം ഞാൻ വേർതിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വിഷയം അവതരിപ്പിക്കുവാനുള്ള ആഗ്രഹമുണ്ടായി. അത് പറയേണ്ടും വണ്ണം പറയുവാൻ ദൈവത്തിൻ്റെ കരുണയും കൃപയും അടിയനെ പകർന്നു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പകർന്നു തരണമേ. അതിനുള്ള ജ്ഞാനം പകർന്നു തരുമാറാകണമേ. പരിശുദ്ധാത്മാവ് ഇതിൽ വ്യാപരിക്കുമാറാകണമേ. ദൈവമേ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്തസത്ത മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, അല്ലെങ്കിൽ ദൈവമായിരുന്ന കർത്താവ് മനുഷ്യൻ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് കടന്നു എന്നുള്ളതായ സത്യം ലോകത്തോട് വിളിച്ചു പറയുവാനും, ലോകത്തിൻ്റെ സംഭവങ്ങൾ ക്രിസ്തുവിൻ്റെ വരവിനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചരിത്രം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെയും അതിനുവേണ്ടി ഒരുക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ സത്യസുവിശേഷം ലോകത്തിൻ്റെ എല്ലായിടത്തും പരതുമ്പോൾ കർത്താവ് വരും എന്ന് വിശ്വസിക്കുന്നു. തിരുനാമത്തെ ഉയർത്തണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. രക്തസാക്ഷികൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിത്താണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെട്ടുവോ അവിടെയെല്ലാം അത് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ നീറോ ചക്രവർത്തി ക്രിസ്തീയ വിശ്വാസം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാനായിട്ട് അദ്ദേഹം വൃഥാവായിട്ട് തന്നെങ്കിലും ഒരു കഠിന പ്രയത്നം ചെയ്തു. റോം നശിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ക്രിസ്ത്യാനിയുടെ മേൽ കെട്ടിവെച്ചു. ക്രിസ്ത്യാനികളാണ് അതിന് കാരണക്കാർ എന്ന് പറഞ്ഞ് അവരെ അതികഠിനമായി പീഡിപ്പിക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു
ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയത്. അദ്ദേഹത്തിൻ്റെ അമ്മയെ കൊന്നു ഭരണം നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ രണ്ടുപേരെ കൊന്നു. അദ്ദേഹവും അവസാനം ആത്മഹത്യ ചെയ്ത് മരിക്കുവാനിടയായി. ക്രിസ്ത്യാനികളെ ഭയങ്കരമായി പീഡിപ്പിച്ച നീറോയ്ക്ക് അവസാനം സംഭവിച്ചത്, ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് മരിച്ചു. അവർ തീക്കിട്ടു, അവരുടെ ശരീരങ്ങളെ ജീവനോടെ കീഴ് തേച്ച് കത്തിച്ചു. ഇതെല്ലാം ക്രിസ്ത്യാനികൾ അനുഭവിച്ചു. മൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു. രണ്ടും മരക്കൊമ്പുകളെ തമ്മിൽ യോജിപ്പിച്ച് മനുഷ്യൻ്റെ കൈകളെ ബന്ധിച്ചതിന് ശേഷം മരക്കൊമ്പിനെ വിട്ടുകളയുമ്പോൾ ആ മനുഷ്യൻ രണ്ടായി പിളർന്ന് കീറിപ്പോകുന്ന ആ രീതി അയാൾ അവലംബിച്ചു, ക്രൂശിച്ചു കൊന്നു. ഇങ്ങനെ ദാരുണമായ പ്രവൃത്തികൾ നീറോ ചെയ്തു. പക്ഷെ നീറോയുടെ അന്ത്യം അവസാനിച്ചത് അദ്ദേഹത്തിൻ്റെയും ആത്മഹത്യയിലായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ റഷ്യയിൽ നടന്ന പീഡകൾ, അതായത് കമ്മ്യൂണിസം ലോകത്തിൽ തഴച്ചു വളരുവാനിടയായിത്തീർന്ന സന്ദർഭത്തിൽ എംഗൽസും ലെനിനും മറ്റും പല എഴുത്തുകൾ എഴുതി. അതായത് അക്ഷരം മനുഷ്യൻ്റെ മനസ്സിൽ നിറഞ്ഞ് അവർ അതിലോട്ട് ആകർഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. അതൊരു ഭൗതികവാദം ആയിരുന്നത് നമുക്കറിയാം. ഒരുപക്ഷെ ഒരളവ് വരെ ഈ ഭൂമി ആരുടെയും സ്വന്തമല്ല, അത് പൊതുസ്വത്താണ് എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. ഇന്ന് ആയിരക്കണക്കിന് ഏക്കർ ഓരോ വ്യക്തികൾക്ക്, ഓരോ ഗ്രൂപ്പുകൾക്ക് കൈവശമിരിക്കുമ്പോൾ 2 സെൻറ്റ് ഭൂമി ഒരു വീട് വെച്ച് പാർക്കുവാൻ നമ്മുടെ പാർക്കുന്ന ഇന്ത്യയിൽ നോക്കെടുത്താൽ കഴിയില്ല, കൊടുക്കുന്നില്ല. ഇതിന് മറ്റൊരു വശമുണ്ട്. അധ്വാനിക്കുന്ന പണം മദ്യത്തിന് അടിമപ്പെട്ട് മനുഷ്യൻ, അതായത് മദ്യം കുടിപ്പിക്കുകയാണ് ഗവൺമെൻറ് തന്നെ മുതലാളിയായി മദ്യവിൽപ്പന നടത്തുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഈ ധനവാനായിക്കൊണ്ടേയിരിക്കും, ദരിദ്രനായിക്കൊണ്ടേയിരിക്കും. ദാസ് ക്യാപിറ്റൽ അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ആകൃഷ്ടരായ യുവാക്കൾ, പക്ഷെ മനുഷ്യത്വമില്ലാതെ പോകുന്നു. അതാണ് അതിൻ്റെ പരിമിതി എന്ന് പറയുന്നത്, കമ്മ്യൂണിസത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമയത്ത് കമ്മ്യൂണിസം അങ്ങനെ വളർന്ന് ചൈനയിലും റഷ്യയിലും ചെക്കോസ്ലോവാക്യയിലും റുമേനിയയിലും പോളണ്ടിലും ഹംഗറിയിലും ഒക്കെ തഴച്ച് വളർന്ന സമയത്ത് അവർ കാട്ടിക്കൂട്ടിയത് മുഴുവനും ക്രിസ്ത്യാനികളുടെ പുറത്തായിരുന്നു. റഷ്യ എന്നു പേരുള്ളതായ സർചക്രവർത്തിമാരുടെ ദുർഭരണ നിമിത്തം തന്നെയാണ് കമ്മ്യൂണിസം അവിടെയും വളരുവാനിടയായിത്തീർന്നത്. ചക്രവർത്തിമാരെ ഏകാധിപതികളായി വാണു. അവരെ അതുകൊണ്ട് മനം മടുത്ത ആളുകളാണ്
ഈ റഷ്യൻ വിപ്ലവമൊക്കെ ഉണ്ടാക്കി വന്നത്, ഫ്രഞ്ച് വിപ്ലവമൊക്കെ ഉണ്ടാകാൻ കാരണം ആ ഗവൺമെൻറ്റുകളുടേതായ പിടിപ്പുകേടായിരുന്നു തന്നെ. എന്നാൽ പിന്നെ കമ്മ്യൂണിസം വന്നിട്ടൊന്ന് സംഭവിച്ചു. റഷ്യ USSR എന്ന പേര് അറിയപ്പെട്ടു. യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി മാറി. അതിനും വളരെ കാലം നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മൾ കാണുന്നത് ഉക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചേർത്ത് USSR ഉണ്ടാക്കിയെങ്കിലും പിന്നത്തേതിൽ അത് വീണ്ടും റഷ്യയായി മാറി. റഷ്യയെ ഭരിച്ചവരും മറ്റുമൊക്കെ അവരുടെ പ്രതിമകളെ പോലും ആളുകൾ വെറുത്തു. ലോകത്തിലുണ്ടായിരുന്ന അനേകം അവരുടെ പ്രതിമകൾ തല്ലിത്തകർത്തത് നമ്മൾ ടെലിവിഷൻ വഴിയും മറ്റുമൊക്കെ കണ്ടതാണ്. കാരണം അത്രയ്ക്ക് ആളുകൾ വെറുത്തു. എന്നാൽ മറുവശത്ത് ദാരിദ്ര്യം കൊടികുത്തി വാഴുകയും ചെയ്യുന്നു. റിച്ചാർഡ് ഉംബാർട്ടിനെ പോലുള്ളതായ ഭക്ത ശിരോമണികൾ റഷ്യയിൽ അനുഭവിച്ചതായ, സോവിയറ്റ് യൂണിയനിൽ അല്ലെങ്കിൽ USSRൽ അനുഭവിച്ചതായ കാര്യങ്ങൾ ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന പുസ്തകത്തിലൂടെയാണ് പുറം ലോകം പിന്നീട് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. മറ്റൊന്ന് ഫ്രഞ്ച് വിപ്ലവകാരിയായ വോൾട്ടയർ. അദ്ദേഹവും ക്രിസ്ത്യാനിയുടെ മേൽ തന്നെ കുതിര കയറാൻ വന്നു. കാര്യം, നിങ്ങൾ ഒരു ചേട്ടത്തടിച്ച് മറ്റു ചേട്ടത്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യനാകുമ്പോൾ അവർക്കെന്തും ചെയ്യാമല്ലോ. ഇപ്പോൾ മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറിയാൽ സംഭവിക്കുന്നത് തിരിച്ചടി നിശ്ചയമാണ്. അത് ഏത് രാജ്യത്തായാലും അങ്ങനെ സംഭവിക്കും. എന്നാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ തിരിച്ചടി കിട്ടാത്തത് നിമിത്തം തന്നെയാണ് അവരെ അധികം പീഡിപ്പിച്ചത്. ഒരു കണക്കനുസരിച്ച് 2000 വർഷം കൊണ്ട് 19 കോടി രക്തസാക്ഷികൾ ക്രിസ്ത്യാനികളിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. 19 കോടി രക്തസാക്ഷികൾ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിത്വം തകർന്നു പോയില്ല. ഇന്നും ലോകത്തിൽ 1-ാം സ്ഥാനത്ത് ഏതെങ്കിലും വിഭാഗങ്ങളായാലും ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നു. അതിന് കാരണം ക്രിസ്തു തന്നെയാണ്. അതിന് കാരണം ക്രിസ്തുവിന് വേണ്ടി മരിക്കാനെന്നും ആയിരങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിന് കാരണം വീണ്ടും ഒരു ജനനമുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചു കഴിഞ്ഞാലും അവർ വീണ്ടും ജീവിക്കുമെന്നുള്ളതായ പ്രത്യാശയാണ് അതിനും കാരണം. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം നൽകുന്നതായ മഹത്തായ പ്രത്യാശ നിമിത്തം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ പ്രത്യാശ നിമിത്തം ഞാൻ ഈ കഷ്ടമെല്ലാം സഹിക്കുന്നു എന്നാണ്. അത് കഷ്ടത ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും വളർച്ച അതിലും അപ്പുറത്തായി. ഒന്നിനെ കൊല്ലുമ്പോൾ 9 എണ്ണം ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ കണക്കിന് ക്രിസ്ത്യാനിത്വം വളരുന്നു. കാരണം അവരുടെ പ്രത്യാശ കൊണ്ടാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. വോൾട്ടയർ, ഫ്രഞ്ച് എഴുത്തുകാരനായ വോൾട്ടയർ പറഞ്ഞു, ഇന്നേക്ക് 10 വർഷത്തിനകത്ത് 1890 എന്നെനിക്ക് ഓർമ്മ, അദ്ദേഹം പറഞ്ഞു 10 കൊല്ലം കഴിയുമ്പോൾ ക്രിസ്ത്യാനികൾ ലോകത്തിലുണ്ടാകുകയുമില്ല. ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഒരു പുസ്തകശാലയിൽ ഒതുങ്ങും എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പക്ഷേ വോൾട്ടയർ മരിച്ചു. 10 വർഷം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കൊട്ടാരം
ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സൊസൈറ്റി ഫ്രാൻസിലെ വോൾട്ടയറിൻ്റെ കൊട്ടാരമാണ്. ഇത് അത്ഭുതമല്ലേ? അത് അത്ഭുതം തന്നെയാണ്. അതുപോലെ ഡാർവിൻ, പരിണാമസിദ്ധാന്തം, ദൈവമൊന്നുമില്ല, എല്ലാം പരിണമിച്ചുണ്ടായതാണ്. പണ്ട് ഒന്നുമില്ലാതിരുന്നു, സൂര്യൻ ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ എങ്ങനെയോ മഴ പെയ്തു, വെള്ളമുണ്ടായി, അത് കഴിഞ്ഞു എങ്ങനെയോ പുഴു ഉണ്ടായി, അതിൽ നിന്നും പരിണമിച്ച് മനുഷ്യരുണ്ടായി. കുരങ്ങനായിരുന്നു മനുഷ്യൻ്റെ മുൻഗാമി. അയ്യോ, ഇതൊക്കെ പറഞ്ഞു. മരങ്ങളിൽ നിന്ന് മനുഷ്യനുണ്ടായി, മരങ്ങളിൽ നിന്ന് പായലുണ്ടായി. ഇങ്ങനെയൊക്കെ ഡാർവിൻ ഒരു സമയത്ത് സിദ്ധാന്തം പ്രചരിപ്പിച്ചു, ആളുകൾ വിശ്വസിച്ചു. പക്ഷേ അതൊരു സിദ്ധാന്തമായി മാത്രമേ കണക്കാക്കാൻ ശാസ്ത്രലോകത്തിന് ഇന്നും കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു ശാസ്ത്രമല്ലാതെ ആയി ഇന്ന്. ഇനി ഡാർവിൻ്റെ അന്ത്യം കേട്ടാൽ അതിലും രസമാണ്. അദ്ദേഹത്തെ അവസാന കാലത്ത് പരിചരിച്ചതായ നേഴ്സ് പറഞ്ഞത്, എൻ്റെ ദൈവമേ, ആർക്കും ഒരു നിരീശ്വരവാദിയെ ചികിത്സിക്കാനുള്ള അവസരം പോലും ഉണ്ടാകരുതേ എന്നാണ്. അത്ര ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്. ഇനിയും നിരീശ്വരവാദികളായ ഡാർവിൻ പോലുള്ള ആളുകൾ ഇവരെല്ലാവരും ക്രിസ്തീയ വിശ്വാസത്തിനും വിരോധികളായി പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു. വോൾട്ടയർ ഒക്കെ ക്രിസ്തീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഒറീസയിൽ പ്രവർത്തിച്ചിരുന്ന കേൾക്കാം. സെയിൻസിൻ്റെയും കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന് തിന്നതായ ഇന്ത്യയിലെ അധമന്മാർ ആ മണ്ണിനെ മലിനമാക്കി ഇനി ഒറീസയിൽ ക്രിസ്ത്യാനിത്വം വളരുകയില്ല എന്ന് വിധി എഴുതി മുദ്ര വച്ചു. കഥ എന്താണ് തുടർന്നത്? പിറ്റേ വർഷം ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ജനം ഭീതിയിലകപ്പെട്ടു. ഒറീസ ശിക്ഷിക്കപ്പെട്ടു. ഒരു കുടുംബത്തെ അവർ തകർത്തുവെങ്കിൽ അനേക കുടുംബക്കാർ അതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വന്നു. എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നവരെ കുറിച്ച്, ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുന്നവരെ കുറിച്ച് ക്രിസ്തു പറഞ്ഞത്, അവർ നിന്നെയല്ല എന്നെയാണ് ഉപദ്രവിക്കുന്നത്. പൗലോസേ, നീ ക്രിസ്ത്യാനികളെ അല്ല പീഡിപ്പിക്കുന്നത്, അത് എന്നെ പീഡിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒരു ക്രിസ്ത്യാനിയെ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിച്ചാൽ അവർ ക്രിസ്തുവിനെയാണ് ഉപദ്രവിക്കുന്നു എന്നുള്ളതായ നഗ്ന സത്യം. അത് ഏറ്റെടുക്കുന്ന ഒരു സ്വർഗമുണ്ട്, ഇന്നും ജീവിക്കുന്നു. അവൻ വീണ്ടും വരാറായി. ലോകത്തിലെ സംഭവങ്ങൾ അത് തെളിയിക്കുന്നു. യെരുശലേം ദേവാലയത്തിരിക്കുന്ന സ്ഥലത്ത് ദേവാലയം പണിയപ്പെടണം. അതൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. വിശാല ഇസ്രായേൽ രൂപം കൊള്ളും. ഏക വ്യക്തി
ഭരണം ലോകത്തിലുണ്ടാകും. യേശുക്രിസ്തു രണ്ടാമതും വരും. സുവിശേഷം ലോകത്തിലായിടത്തും പ്രചരിക്കപ്പെടും. ഇതിലെ കാലക്രമങ്ങളുണ്ട്. ആ ക്രമമനുസരിച്ച് സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയ ഇന്ത്യയിൽ പാർക്കുന്ന സഹോദരങ്ങളും ഏത് രാജ്യത്ത് പാർക്കുന്നവരും പഠിക്കുക, മനസ്സിലാക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.